വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഗണിതത്തിൻ്റെ മാത്സിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഡിയാണോ? പ്രവർത്തനം 1. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വശങ്ങൾ മാത്രം ഉള്ള രൂപം ഏത്? വൃത്തം, ചതുരം, ത്രികോണം, സമചതുരം. ഏതിനാണ് കൂട്ടുകാരെ 3 വശങ്ങൾ മാത്രമുള്ളത്? വൃത്തം വരച്ചു നോക്കൂ. വൃത്തത്തിന് ഏതെങ്കിലും വശമുണ്ടോ? ഇല്ല, വൃത്തം ഇങ്ങനെയാണല്ലേ. ചതുരം എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഇതിന് 1, 2, 3, 4 വശങ്ങളുണ്ട്. ത്രികോണം നോക്കൂ. ത്രികോണത്തിന് എത്ര വശമാണ്? 1, 2, 3 വശമാണുള്ളത് അല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ത്രികോണം. അപ്പോൾ ഇവിടെ കൂട്ടുകാർ ത്രികോണം എന്ന് എഴുതി കൊടുക്കുക. ത്രികോണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, 1000-ൽ എത്ര നൂറുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1000-ൽ എത്ര നൂറുകളാണ് കൂട്ടുകാരെ ഉള്ളത്? എത്ര നൂറുകളാണ്? 10 നൂറുകളാണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 10. ഇനി 195, 205, 210, 215 വിട്ടുപോയ സംഖ്യ ഏത്? 195, അത് കഴിഞ്ഞാൽ ഒരു സംഖ്യ മിസ്സാണ്. പിന്നെ 205 ആണല്ലേ. ഇവിടെ എന്ന് പറയുന്നത് 5 5 വീതമാണ്. അപ്പോൾ 195 കഴിഞ്ഞാൽ ഏതാണ്? 200 ആണ്. അപ്പോൾ ഇവിടെ 200 ആണ് മിസ്സായിട്ടുള്ളത്. ഇതാണ് ശരിയായ ഉത്തരം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം. ഈ രൂപത്തിൽ ആകെ എത്ര ചതുരങ്ങൾ ഉണ്ടെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര ചതുരങ്ങളാണ് ഇതിലുള്ളതെന്ന് നമുക്ക് നോക്കാം. എത്രയുണ്ട്? ഇത് ഒരു ചതുരം അല്ലേ. 1, ഇത് ഒരു ചതുരം അല്ലേ. പിന്നെ നോക്കൂ 2, നോക്കൂ 3, ഇനി 4, ഇനിയോ ഇനി ഇവിടെ വലിയ ഒരു ചതുരമുണ്ട് അല്ലേ. അപ്പോൾ 5. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 5. ഇനി 9 നൂറുകൾ 5 ഒന്നുകൾ എങ്കിൽ സംഖ്യ എത്രയാണ്? 9 നൂറുകളാണ് അല്ലേ. 9 നൂറുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 × 100 എത്രയാണ് കൂട്ടുകാരെ ആൻസർ? 90 അല്ലേ. പ്ലസ് എത്രയാണ്? 5 ഒന്നുകളാണ്. പ്ലസ് 5 905. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 905 ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രവർത്തനം 2. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഒരുക്കുകയാണ് ആയിഷയും കൂട്ടുകാരും. 6 വൃത്തവും 4 ത്രികോണവും 1 ചതുരവും മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഒരു പൂക്കളം നിർമ്മിച്ച് ആയിഷയെയും കൂട്ടുകാരെയും സഹായിക്കാമോ? നിറം കൊടുത്ത് മനോഹരമാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 6 വൃത്തമാണല്ലേ. 6 വൃത്തവും 4 ത്രികോണവുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിളാണ്. 4 ത്രികോണങ്ങൾ വരക്കാം. 1, 2, അത് കഴിഞ്ഞാൽ 3, 4 ഇങ്ങനെ വരക്കാം അല്ലേ. ഇനി 6 വൃത്തം വരക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വരക്കാം. 1, 2, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ ഈ മൂന്നാമത്തെ വരക്കണം എന്നില്ല. 3 അല്ലെങ്കിൽ 4 അല്ലേ. ഇനി ഒരു ചതുരം വരക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ചതുരം വരച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പൂക്കളം ഉണ്ടാക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇത് രണ്ടും ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളിൽ വരച്ചാലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 3. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി സമ്പാദ്യ കുടുക്കയിൽ 860 രൂപയുമായി ജോണി ബാങ്കിലെത്തി. പണം നിക്ഷേപിക്കുന്നതിനുള്ള സ്ലിപ്പ് മാനേജർ നൽകി. സ്ലിപ്പ് പൂരിപ്പിക്കാനായി ജോണിയെ സഹായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കാം. ഇപ്പോൾ 8 9 7 2 3 4 5 7 9 2 0 നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊടുക്കാം കേട്ടോ. ഇനി അക്കൗണ്ട് ഉടമയുടെ പേര് ആരാണ്? ജോണി ആണല്ലേ. അപ്പോൾ ഇവിടെ ജോണി എന്ന് എഴുതി കൊടുക്കുക. ജോണി. തീയതി, ഇന്നത്തെ തീയതി എഴുതാം. ഇന്നെത്രയാണ്? 10 അല്ലേ. 10 9 2024. ഇനി അടുത്തത് എന്ത് കൊടുക്കണം നമുക്ക്? അവിടെ ബാങ്ക് മാനേജറുടെ പേരും അല്ലേ, ബാങ്ക് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ എഴുതാം. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുക എത്രയാണ്? 860 ആണല്ലേ. അപ്പോൾ ഇവിടെ തുക ഇവിടെ നമ്പറിലാണ് എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? തുക അക്ഷരത്തിൽ എഴുതണം അല്ലേ. അപ്പോൾ എത്രയാണ്? 8 6 0 അത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതാം? ഇതെത്രയാണ്? 860. അപ്പോൾ 860 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇനി 860 എന്നുള്ളത് ഏതൊക്കെ നോട്ടുകളാണെന്ന് എഴുതാം. വേണമെങ്കിൽ 500, 500ൻ്റെ ഒരു നോട്ട് അല്ലേ.
അപ്പോൾ എത്രയാണ് തുക 500. ഇനി അപ്പം 500 കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടല്ലേ 360 കൂടെ ഉണ്ട്. അപ്പോൾ 100ൻ്റെ ഒരു നോട്ട് അപ്പോൾ 300. ഇനി 200ൻ്റെ ഒരു നോട്ട് 200, 100ൻ്റെ ഒരു നോട്ട് 100. അപ്പോൾ എത്രയായി 600 ഇനി എത്രയാണുള്ളത് 60 ആണല്ലേ. 60 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 50ൻ്റെ ഒരു നോട്ട് അപ്പോൾ 50. ഇനി അടുത്തത് 10ൻ്റെ ഒരു നോട്ട് അപ്പോൾ എത്രയായി 10. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 560 എന്ന് കിട്ടും. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 4 പുതിയ കൂട്ടുകാരിയായ കവിതയ്ക്ക് പഠനോപകരണങ്ങൾ വാങ്ങാനായി അച്ഛൻ നൽകിയ 800 രൂപയുമായി നവീൻ കടയിലെത്തി. കടയിലെ വില പട്ടിക നോക്കി കയ്യിലുള്ള മുഴുവൻ തുകക്കും സാധനങ്ങൾ വാങ്ങി. ഏതെല്ലാം സാധനങ്ങളായിരിക്കും നവീൻ വാങ്ങിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബാഗ്, കുട, ബോക്സ്, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക്, മഷിപ്പേന ഇത്രയുമാണ് തന്നിട്ടുള്ളത്. എത്ര രൂപയാണ് കയ്യിലുള്ളത് കൂട്ടുകാരെ? 800 രൂപയാണല്ലേ. അപ്പോൾ 800 രൂപക്ക് മൊത്തം സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഏതൊക്കെ വാങ്ങിക്കാം? നമുക്ക് ആദ്യം 250 രൂപയുടെ ഒരു കുട വാങ്ങിക്കാം. 250 രൂപ അല്ലേ. അപ്പോൾ ഇവിടെ എഴുതിയാൽ നമുക്ക് നോക്കാം 800 ആകുമോ എന്ന്. 250. അത് കഴിഞ്ഞിട്ട് 50 രൂപയുടെ ഒരു നോട്ട്ബുക്ക് വാങ്ങാം. അപ്പോൾ 50 രൂപയുടെ നോട്ട്ബുക്ക്. അത് കഴിഞ്ഞാലോ പിന്നെ നമുക്ക് 170 രൂപയുടെ ഒരു ബോക്സ് വാങ്ങിക്കാം. 170 രൂപയുടെ ബോക്സ് വാങ്ങിക്കാം. ഒരു മഷിപ്പേന വാങ്ങിക്കാം. 30 രൂപയുടെ മഷിപ്പേന. അതുപോലെ തന്നെ ഒരു ബാഗ് 300 രൂപയുടെയും വാങ്ങിക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കൂ. എത്രയാണ് കിട്ടുന്നത്? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0, 5, 5, 10, 10, 7, 17, 17, 3, 20. ബാക്കി 2 ഉണ്ടല്ലേ. അപ്പോൾ 2, 3, 5, 5, 2, 7, 7, 1, 8. 800 രൂപ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നവീന് വാങ്ങിച്ചിട്ടുണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം 5. മുകളിൽ നൽകിയിരിക്കുന്ന രൂപങ്ങളിലെ സംഖ്യകൾ കണ്ടല്ലോ. അവയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ചോദ്യങ്ങളാണുള്ളത് കൂട്ടുകാരെ? ഒന്നാമത്തേത്, സംഖ്യകൾ ആവർത്തിക്കാതെ നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള നമ്പർ 9, 5, 1, 3 എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ നമുക്ക് എങ്ങനെ നിർമ്മിക്കാൻ പറ്റും? ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9 ആണ്. അപ്പോൾ 9 ആദ്യം എഴുതുക. അതിനേക്കാൾ കുറഞ്ഞത് 5 ആണ്, പിന്നെ ചെറുത് 3 ആണ്, പിന്നെ 1 ആണ്. അപ്പോൾ ഇതാണ് 3 അക്ക സംഖ്യ നിർമ്മിക്കാൻ പറ്റുന്നത്. 953. ഇനി സംഖ്യകൾ ആവർത്തിക്കാതെ നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ 1 ആണ്. അതിനേക്കാൾ കുറച്ചും കൂടെ വലുത് 3 ആണ്, പിന്നെ 5 ആണ്. അപ്പോൾ 135 ആണ് നിർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇനി നിങ്ങൾ കണ്ടെത്തിയ വലിയ സംഖ്യയെ ചെറിയ അക്ഷരത്തിൽ 3 അക്ക സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 953 ആണല്ലേ. അതിന് നമുക്ക് എങ്ങനെ അക്ഷരത്തിൽ എഴുതാം? 953. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയെ അബാക്കസ് വരച്ച് ചിത്രീകരിക്കുക. അപ്പോൾ എങ്ങനെ വരക്കാം? നമുക്ക് 3 എണ്ണം വരക്കാം അല്ലേ. 3 അബാക്കസ് വരക്കാം. 1, 2, 3. എത്രയാണ് ചെറിയ സംഖ്യ? 135 ആണ്. അപ്പോൾ ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 1 ഇടുക. ഇനി അടുത്തത് 100ൻ്റെ സ്ഥാനത്ത് 10ൻ്റെ സ്ഥാനത്ത് 3 എണ്ണം ഇടുക. ഒറ്റയുടെ സ്ഥാനത്ത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇടുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് അബാക്കസ് വരക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.